guys, welcome back to our channel. ഹലോ ഗൈസ്, നമ്മുടെ ഈ ചാനലില് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ടീമിൽ 3 മെമ്പേഴ്സാണ് വരുന്നത്. എൻ്റെ പേര് ജെറോം, എൻ്റെ പേര് ഋത്തിക്, ക്യാമറാമാൻ നിവേദിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് നിവേദിന്റെ സൈക്കിൾ കാണാം ഗൈസ്. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ സൈക്കിൾ. എൻ്റെ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ക്രോ സ്റ്റിങ്ങർ ആണ്. ഈ ക്രോ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ ആരും കേട്ട് കാണില്ല, കാരണം ഇത് അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡല്ല. പിന്നെ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇതിൻ്റെ ടയറിനെ പറ്റിയാണ്. ഇതിൻ്റെ ടയർ വരുമ്പോൾ സ്ലിം ആണ് വരുന്നത്. 27.5 ഇഞ്ചിൻ്റെ ലെങ്ത് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു മറ്റേ നമ്മുടെ CTB ഒക്കെ ഇല്ല, അതുപോലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേറ്റ് എന്ന് പറയുന്നത് മറ്റേ ഓർഡിനറി ഡിസ്പ്ലേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിനെ പറ്റി പറയുവാണെങ്കിൽ ഹാൻഡിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഗൈസ്. ഇത് മറ്റേ സാധാ CTB നിന്ന് വരുന്ന ഹാൻഡല്ല ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റർ എന്ന് പറയാൻ ഫയർ ഷിഫ്റ്ററാണ്. ബ്രാൻഡൊന്നും ഇല്ലാത്ത ഷിഫ്റ്ററാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി മൊത്തത്തിൽ അലോയാണ്. പിന്നെ ഇതൊരു ഫ്ലൂസൻ്റ് ഗ്രീൻ കളർ വിത്ത് ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ സ്റ്റിക്കറാണ്, ഇതെല്ലാം സ്റ്റിക്കറാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഷിഫ്റ്റർ എന്ന് പറയുന്നത് സൺറണിൻ്റെ ഒരു ഷിഫ്റ്ററാണ് ഇതിന് വന്നേക്കുന്നത്. ബാക്കിൽ സൺറൺ ഇൻഡെക്സിൻ്റെ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ കംഫർട്ടബിൾ സീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതിൻ്റെ സീറ്റ് ഇഷ്ടപ്പെട്ടു. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ഇങ്ങനെ ഊരുക അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇവിടെ നമുക്ക് സ്പാനർ കൊണ്ടൊന്നും ആവശ്യമില്ല, ചുമ്മാ വലിക്കുകയോ ടയർ ഊരി വന്നോളും. അത് കഴിഞ്ഞ് ഇതിൻ്റെ പെഡൽ എന്ന് പറയുന്നത് ഗ്രിപ്പുള്ള പെഡലാണ്. ഇത് നല്ല ഗ്രിപ്പൊക്കെ കിട്ടിക്കോളും ഈ പെഡൽ യൂസ് ചെയ്യുവാണെങ്കിൽ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലത്തെ ഇത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സൈക്കിളിനെ പറ്റി ഇത്ര പറയാനുള്ളൂ. നെക്സ്റ്റ് ഋത്തിക് സൈക്കിൾസ്. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ സൈക്കിൾ, ഹീറോ എൻഡൈസർ ആണ്. പിന്നെ ഇതിൽ വന്നേക്കുന്നത് ഫാറ്റ് ടയറാണ്. ഇത് മൗണ്ടൻ ബൈക്ക് ആയതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം സൈസുള്ള സസ്പെൻഷൻ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സസ്പെൻഷനുള്ള മിക്ക സൈക്കിൾസിനുള്ള പ്രശ്നമാണ് സ്ക്രാച്ച് ആവുന്നത്, അത് ഇതിനുമുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് വന്നേക്കുന്നത്, നല്ല ബ്രേക്കിംഗ് അതുകൊണ്ടുണ്ട്. പിന്നെ ഷിമാനോയുടെ ഷിഫ്റ്ററാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് നല്ല ഷിഫ്റ്ററാണ്. പിന്നെ സ്റ്റിക്കർ ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഹാൻഡിൽ വന്നേക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പാണ് ഗൈസ് വന്നേക്കുന്നത്, അത് നല്ലൊരു ഇതാണ്. പിന്നെ കേബിൾ പോയേക്കുന്നത് ഇതുണ്ട് ഇങ്ങനെ നോർമലായിട്ട്, പിന്നെ അങ്ങനത്തെ അല്ല. പിന്നെ ക്വിക്ക് റിലീസ് സീറ്റിന് മാത്രമേ ഉള്ളൂ ഗൈസ്, ടയറിനില്ല. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ ഗിയർ രണ്ടും വന്നേക്കുന്നത് ഷിമാനോ ടോർണിയുടെ ആണ് ഗൈസ്. പിന്നെ ഈ ടയർ പുതിയ ടയറാണ്, ഞാൻ ബ്രേക്ക് പിടിച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് തീർന്നായിരുന്നു. ഇത് ഹാർട്ടെക്സിൻ്റെ ടയറാണ്. പിന്നെ നല്ല കംഫർട്ടുള്ളൊരു സൈക്കിളാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 13,000, 11 എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പം പിന്നെ ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ പന്തളത്തുള്ള ഗാലക്സി സൈക്കിൾസിൽ നിന്നാണ്. നല്ല സൈക്കിളാണ്, ഇതുവരെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ വീല് ചെയ്യുന്നത് കൊണ്ട് ഇത് കാസറ്റ് മാറണു വന്ന്, വീല് ചെയ്തത് കൊണ്ടായിരിക്കും, അറിയത്തില്ല. ഓക്കെ, താങ്ക് യു. അപ്പം ഗൈസ്, നെക്സ്റ്റ് എൻ്റെ സൈക്കിളാണ് വരുന്നത്. എൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഹെർക്കുലീസിൻ്റെ റോഡിയോ എന്ന് പറയുന്നൊരു ഇതാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ സസ്പെൻഷൻ തന്നെ പറയാം. സസ്പെൻഷൻ ആദ്യം ഇതിൻ്റെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, പിന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ ഇതിപ്പോൾ സ്ക്രാച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീലിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് പാഡ്സ് എന്ന് പറയുന്നത് ഇച്ചിരി പാറ്റേൺ മാറിയതാണ്, നോർമലല്ല. പിന്നെ 2.5 മാസമായി എൻ്റെ ഈ സൈക്കിൾ എടുത്തിട്ട്. ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഇപ്പോൾ വലുതായിട്ടൊന്നും പോയിട്ടില്ല, ഒരു 6-8 മാസത്തോളം ഉണ്ട്. ഇത് മൗണ്ടൻ ബൈക്കാണ്, ഫാറ്റ് ടയേഴ്സാണ്. പിന്നെ ബ്രേക്ക് പാഡ് ഫ്രണ്ടിലത്തേനുണ്ട്, പക്ഷേ അതേസമയം പുറകെ വരുന്നുണ്ട്. എൻ്റെ അത്യാവശ്യം ടയറൊക്കെ തേഞ്ഞിട്ടുണ്ട്. പിന്നെ ഷിമാനോ ടോർണിയുടെ ആണ് ഫ്രണ്ടിലും ബാക്കിലും. ഗിയർ സിസ്റ്റോ ഷിഫ്റ്റേഴ്സും എല്ലാം വന്നേക്കുന്നത്. പിന്നെ എൻ്റെ സീറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ല ഗൈസ്. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഫുൾ കേബിൾസ് പോയിരിക്കുന്നത് ബോഡിയുടെ അകത്തൂടെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലൂടെ ഒക്കെയാണ് പോയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ
ഇത് ഫുള്ള് ബോഡി ഫുള്ള് പ്രിന്റഡ് ആണ്. ഇതെല്ലാം പ്രിന്റാണ്, സ്റ്റിക്കർ ഒന്നുമല്ല. പിന്നെ ഇതിന്റെ ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ എൻ്റെ ബാക്ക് ബ്രേക്ക് ഫുള്ള് പോയിരിക്കുകയാണ്. എൻ്റെ ഇതിൻ്റെ പെഡൽസ് ഒട്ടും ഗ്രിപ്പ് കിട്ടത്തില്ല ഗൈസ്. ഇതിൻ്റെ അത് സ്പൈക്സ് അതുപോലത്തെ ഒന്നുമില്ല, കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റാൻഡ് ഞാൻ 10 രൂപയ്ക്കൊക്കെ കടയിൽ കിട്ടുന്ന ചെറിയ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഒരു ഷീറ്റ്, അത് വെച്ച് ഞാൻ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പുറകിലത്തെ ടയറിൽ റിഫ്ലക്ടർ ഒന്നും പോയിട്ടുണ്ട്. അത് പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് സൈക്കിള് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അത്യാവശ്യം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫസ്റ്റ് ഓടിക്കുന്നതാണ്. ബാക്കി സൈക്കിളിനെക്കാട്ടിലും ഭയങ്കര ഹാർഡാണ് ഇത് ചവിട്ടാൻ. അപ്പോൾ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് എല്ലാം ഷിമാനോടെയാണ് വരുന്നത്. 21 ഗിയർ സ്പീഡാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 14,500 റുപ്പീസാണ് ഇതിന് വരുന്നത്. എനിക്ക് മേടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ലോക്കും കൂടി കിട്ടിയായിരുന്നു ഫ്രീ ആയിട്ട്. പക്ഷെ അതിപ്പോൾ എൻ്റെ ഇല്ല. ഓക്കെ ഗൈസ്, താങ്ക് യു. ഹലോ ഗൈസ്, ഇനി ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റ.